PSC ഡയറിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരളത്തിന്റെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചിട്ടാണ്. കേരള PSC അടുത്തിടെ പബ്ലിഷ് ചെയ്ത 65-ാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളുടെ എല്ലാം പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് 20 സെറ്റ് പ്രസ്താവന ചോദ്യങ്ങളുടെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടി കാണാൻ ശ്രമിക്കുക. നമ്മുടെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സ്കൂൾ ടെക്സ്റ്റിന്റെ മികച്ചൊരു റിവിഷൻ കൂടിയാണ് ഈ ടെക്സ്റ്റ്. പ്രത്യേകിച്ച് സയൻസ് ഭാഗത്തെ ചോദ്യങ്ങളൊക്കെ അതിന്റെ പ്ലേലിസ്റ്റ് കൂടി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കേരളം ഭൂമിശാസ്ത്രം എന്നൊരു ടോപ്പിക്കാണ്. ഇതിന്റെ ആദ്യത്തെ പോയിന്റിലേക്ക് നമുക്ക് കടക്കാം. ഇതിന്റെ ആദ്യത്തെ പോയിന്റ് പറയുന്നത് ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം എന്നാണ്. ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, നിരവധി തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ 1.18% നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അതായത് ഭൂമിശാസ്ത്രപരമായി മൊത്തം ഇന്ത്യ എടുത്താൽ അതിൽ 1.18% നമ്മുടെ കേരളം വരുന്നുണ്ട്. കേരളത്തിന്റെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, നിരവധി തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിന്റെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ. ഈ ബേസിക് ഫാക്ട് വെച്ചിട്ട് തന്നെ പ്രസ്താവന ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പത്തിൽ കഴിയുന്നതാണ്. അപ്പം നമ്മൾ ഇത്തരം ഫാക്ട് അറിഞ്ഞില്ലെങ്കിൽ ആ ചോദ്യം നമുക്ക് മിസ്സാവും. അടുത്തൊരു ചോദ്യം നോക്കുക. കേരളത്തിന്റെ വിസ്തീർണം എത്ര ചതുരശ്ര മൈലാണ്? അതായത് ചതുരശ്ര മൈലിൽ പറയുകയാണെങ്കിൽ എത്രയെന്നാണ്. അതെ നോക്കുക, ചതുരശ്ര കിലോമീറ്ററിലാണെങ്കിൽ കേരളത്തിന്റെ വിസ്തീർണം നമ്മളിപ്പോൾ പഠിച്ചു. എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. അത് ചതുരശ്ര മൈലിൽ പറയുകയാണെങ്കിൽ അത് 15,005 ചതുരശ്ര മൈലാണെന്ന് നമുക്ക് പറയാം. കേരളത്തിന്റെ വിസ്തീർണം എത്രയാണ്? ചതുരശ്ര മൈലിൽ പറയുകയാണെങ്കിൽ 15,005 ചതുരശ്ര മൈൽ എന്ന് പറയാം. ഇതൊക്കെ തന്നെ പ്രസ്താവന ചോദ്യങ്ങൾ തെറ്റിച്ചു കൊടുത്താൽ നമുക്ക് ചിലപ്പോൾ പണി കിട്ടും. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പരസ്യവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ അത് വാൾട്ടർ മെൻഡസ് ആണ്. വാൾട്ടർ മെൻഡസ്. കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പരസ്യവാചകത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? വാൾട്ടർ മെൻഡസ് ആണ്. വാൾട്ടർ മെൻഡസ്. ഒന്നുകൂടെ നോക്കണം. കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പരസ്യവാക്യത്തിന്റെ ഉപജ്ഞാതാവ് വാൾട്ടർ മെൻഡസ് ആണ്. കേരളത്തിൽ ഏത് ഭൂപ്രദേശത്തിലാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളത്? അത് തീരപ്രദേശമാണ്. നമുക്കറിയാം കേരളത്തിന്റെ ഭൂപ്രദേശം മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ടല്ലേ. മലനാട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണ് അല്ലെ. പേര് സൂചിപ്പിക്കും തന്നെ മലകളും കുന്നുകളും ഒക്കെയാണ് അവിടെ ഉള്ളത്. പിന്നെ ഇടനാട് കുറച്ചുകൂടെ മലനാടിനേക്കാൾ കുറച്ചുകൂടെ ഹൈറ്റ് കുറവാണ്. തീരപ്രദേശത്തിലേക്ക് വരുമ്പോൾ തീരെ ഹൈറ്റ് ഇല്ല അല്ലെ. നമ്മുടെ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് തീരപ്രദേശം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേരളത്തിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ വരും തീരപ്രദേശം അല്ലെ. അപ്പോൾ കേരളത്തിൽ ഏത് ഭൂപ്രദേശത്തിലാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളത്? ജനസാന്ദ്രത മീൻസ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുക, അതാണ് ജനസാന്ദ്രത. ഉള്ള സ്ഥലത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതിനാണ് ജനസാന്ദ്രത എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ തീരപ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാരല്ലേ തിങ്ങി വിങ്ങി പാർക്കുന്നത്, അതാണ് ജനസാന്ദ്രത. കേരളത്തിൽ ഏത് ഭൂപ്രദേശത്തിലാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളത്? തീരപ്രദേശത്തിൽ. തമിഴ്നാടിനെ ജലസമൃദ്ധമാക്കുന്ന ഇടുക്കി ജില്ലയിലെ അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത്. മുല്ലപ്പെരിയാർ വിഷയം ഇപ്പോൾ കഴിഞ്ഞിടക്ക് പത്രത്തിൽ കണ്ടല്ലോ, അതൊന്നുകൂടെ റിവൈസ് ചെയ്യണം. മുല്ലപ്പെരിയാർ അണക്കെട്ട് പുതുക്കി പണിയണമെന്ന് പറഞ്ഞ് ആനുകാലികമായിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കോടതിയിൽ പിന്നെയും കേസ് പോയിട്ടുണ്ടല്ലേ. മുല്ലപ്പെരിയാർ ഡാം അത് ശരിക്കും പുതുക്കി പണിയേണ്ട സമയമായിട്ടുണ്ട് അല്ലേ. അത് ഒത്തിരി വർഷം പഴക്കമുള്ളതാണ്. അത് പുതുക്കി പണിയണം. അപ്പോൾ അത് പുതുക്കി പണിത് കഴിഞ്ഞാൽ പണിയുന്നതിന് തമിഴ്നാട് സമ്മതിക്കുന്നില്ല അല്ലെ. തമിഴ്നാടിനെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ മുല്ലപ്പെരിയാറിലെ ആ ഒരു അണക്കെട്ടിൽ നിന്നും കിട്ടുന്ന വെള്ളം കൊണ്ട് തമിഴ്നാട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒത്തിരി അവരുടെ ഒരു സാമ്പത്തിക സ്രോതസ്സാണ് ശരിയും മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് കിട്ടുന്ന ജലം എന്ന് പറയുന്നത്. അത് പുതുക്കി പണിയേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും പാട്ടക്കരാറ് പുതുക്കേണ്ടി വരും. അപ്പോൾ അവർക്ക് നിലവിലെ ഒരു മാർക്കറ്റ് റേറ്റ് അനുസരിച്ചിട്ടുള്ളൊരു എമൗണ്ട് കേരളത്തിനൊക്കെ കൊടുക്കേണ്ടി വരും. അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അതുമാത്രമല്ല വേറെയും എന്തൊക്കെയോ കാണും. അതുകൊണ്ടാണ് അവർ അതിന് തടയുന്നത്. കേരളത്തിന്റെ തെക്ക് വടക്ക് അക്ഷാംശങ്ങൾ തമ്മിലുള്ള വ്യാസം എത്രയെന്ന് ചോദിച്ചാൽ അത് 4.5 ഡിഗ്രിയാണ്. 4.5 ഡിഗ്രി. ഇതൊരു നല്ലൊരു ചോദ്യമാണ്. കേരളത്തിന്റെ തെക്ക് വടക്ക് അക്ഷാംശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 4.5 ഡിഗ്രിയാണ്. കേരളത്തിന്റെ തെക്ക് വടക്ക് അക്ഷാംശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അല്ലെ. തെക്ക് വടക്ക് അക്ഷാംശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയെന്ന് ചോദിച്ചാൽ 4.5 ഡിഗ്രിയാണ്. കേരളത്തിന്റെ രേഖാംശീയ വ്യാപ്തി എത്ര ഡിഗ്രിയാണെന്ന് ചോദിച്ചാൽ അത് 2.5 ഡിഗ്രിയാണ്. ഈ 2 പോയിന്റും നോക്കി വെച്ചേക്കാം. 2 പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുക്കാം. പ്രസ്താവന 1 ശരിയാണോ, പ്രസ്താവന 2 ശരിയാണോ, അങ്ങനെ ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് അല്ലെ ഇത് നമുക്കാണെങ്കിൽ ഇങ്ങനെ ഈ തെക്ക് വടക്ക് ഈ 4 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞാൽ കേൾക്കുന്നത് നമുക്ക് പഠിക്കാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ നോട്ട് ചെയ്തോളുക, കേരളത്തിന്റെ തെക്ക് വടക്ക് അക്ഷാംശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 4.5 ഡിഗ്രിയും കേരളത്തിന്റെ രേഖാംശീയ വ്യാപ്തി ചോദിച്ചാൽ അത് 2.5 ഡിഗ്രിയുമാണ്. ഇതൊക്കെ ആ മാപ്പ് വെച്ചിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്.
അടുത്തൊരു പോയിന്റ് നോക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല ഏതെന്ന് ചോദിച്ചാൽ അത് മലനാടാണ്. മലനാട് കേരളത്തിന് 48% മലനാടാണ്. കേരളത്തെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരളം മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. അതിൽ കേരളം മൊത്തം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ ഭാഗം വരുന്നത് മലനാട്ടിലാണ്. മലനാടാണ് ഏറ്റവും കൂടുതൽ അല്ലേ. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല ചോദിച്ചാൽ ഏതാണ്? മലനാടാണ്, 48%. മലനാട് കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂവിഭാഗം ഇടനാടാണ്. മലനാട്, ഇടനാട് ആ ഓർഡറിൽ തന്നെ ഓർത്തിരുന്നാൽ മതി. മലനാടാണ് ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിൽ. അത് കഴിഞ്ഞാൽ പിന്നെ ഇടനാട്, തീരപ്രദേശം കുറച്ചേ ഉള്ളൂ അല്ലേ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലായി അധിവസിക്കുന്ന ആദിവാസി വിഭാഗം ചോദിച്ചാൽ അത് ഉള്ളാടനാണ്. ഉള്ളാടൻ കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അറിയാമല്ലോ, നമ്മുടെ പഞ്ചായത്ത് അല്ലേ, ബ്ലോക്ക്, അതേപോലെ പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത്, ഇതൊക്കെയാണ് നമ്മൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത്. ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലായി അധിവസിക്കുന്ന ആദിവാസി വിഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് ഉള്ളാടൻ എന്ന് പറയുന്ന ആദിവാസി വിഭാഗമാണ് അല്ലേ. ഇനി അടുത്തൊരെണ്ണം നോക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന പക്ഷി ഏതെന്ന് ചോദിച്ചാൽ അത് കാക്കയാണ്. കാക്കയ്ക്ക് മറ്റൊരു വിശേഷണമുണ്ട്. ലോകത്തെല്ലായിടത്തുമുള്ള പക്ഷി എന്നാണ് കാക്കയെ വിളിക്കുന്നത് അല്ലേ. പിന്നെ സമയം വിളിച്ചറിയിക്കുന്ന പക്ഷി എന്നൊക്കെ കാക്കയുടെ പേരാണ് അല്ലേ. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന പക്ഷി ഏതെന്ന് ചോദിച്ചാൽ കാക്കയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന പക്ഷി കാക്ക. കേരളത്തിൽ മധ്യതടം ഏറ്റവും കുറവുള്ള ജില്ല ഇടുക്കിയാണ്. കേരളത്തിൽ മധ്യതടം ഏറ്റവും കുറവുള്ള ജില്ല ഏതാണ്? ഇടുക്കിയാണ്. ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം അല്ലേ. മലനാട്, ഇടനാട്, തീരപ്രദേശം. അതിൽ ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏതെന്ന് ചോദിച്ചാൽ അത് ലാറ്ററൈറ്റ് മണ്ണാണ്. ലാറ്ററൈറ്റ് മണ്ണ്. ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിസ്തീർണത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 21. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിസ്തീർണം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിസ്തീർണത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിന് 21 സ്ഥാനമാണ്. കേരളത്തിലെ ഏറ്റവും പുരാതന നിവാസികൾ ഏത് വർഗത്തിൽപ്പെടുന്നു? അത് നെഗ്രീറ്റോ വർഗത്തിലാണ് പെടുന്നത് അല്ലേ. അതായത് നമ്മുടെ കേരളത്തിൻ്റെ പൂർവികന്മാർ അല്ലേ, ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നവർ ഏത് വിഭാഗത്തിൽ വരുന്നവരാണ്? അവർ നെഗ്രീറ്റോ വർഗത്തിൽ പെടുന്നവരാണ് അല്ലേ. കേരളത്തിലെ 3 ഭൂവിഭാഗങ്ങളുണ്ട്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെയാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ ഭൂവിഭാഗത്തെ വിഭജിച്ചിട്ടുള്ളത്. മലനാട്, ഇടനാട്, തീരപ്രദേശം. കേരളത്തിൻ്റെ എത്ര ശതമാനമാണ് ഇടനാട്? 42% അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭൂവിഭാഗം ഏതെന്ന് പറഞ്ഞു. ഏതാണ്? അത് മലനാടാണ് അല്ലേ. മലനാട് നമ്മളതിൻ്റെ മലനാടിൻ്റെ എത്ര ശതമാനം ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ നോക്കി അറിയാം. മലനാട് 48% മലനാടുള്ളത്. കേരളത്തിൻ്റെ ഭൂവിഭാഗത്തിൽ ഏറ്റവും കൂടുതലുള്ള മലനാട് 48% അല്ലേ. ഇപ്പോൾ മലനാട് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതലുള്ളത് ഇടനാടാണ്. ഇടനാട് എത്ര ശതമാനമാണ്? അത് 42%. 42%. അപ്പോൾ 48ഉം 42% അല്ലേ, 90%. ഇനി ബാക്കി 10% ഉള്ളൂ. അതെന്താണ്? അത് തീരപ്രദേശം അല്ലേ. ബാക്കി തീരപ്രദേശം 10% ഉള്ളൂ. തീരപ്രദേശത്തെ പ്രധാന കൃഷി ഏതെന്ന് ചോദിച്ചാൽ അത് നെല്ലാണ്. തീരപ്രദേശത്തെ പ്രധാന കൃഷി നെല്ലാണ്. കേരളത്തിലെ മലനാടിൻ്റെ ശരാശരി ഉയരം ചോദിച്ചാൽ 900 മീറ്ററാണ്. 900 മീറ്റർ. കേരളത്തിലെ മലനാടിൻ്റെ ശരാശരി ഉയരം എത്രയാണ്? 900 മീറ്ററാണ് മലനാടിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത്. ഇടനാടിൻ്റെ ആകെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്റർ എന്നാണ്. ഇടനാടിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. ഇടനാടിൻ്റെ ആകെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ്? 16,230 ചതുരശ്ര കിലോമീറ്റർ ആണ്. സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരം മുതലുള്ള പ്രദേശങ്ങളാണ് മലനാടെന്നറിയപ്പെടുന്നത്? 250 അടി. 250 അടി. സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരം മുതലുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്നറിയപ്പെടുന്നത്? മലനാടെന്നറിയപ്പെടണമെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്നും 250 അടി ഉയരമുള്ള പ്രദേശങ്ങളെയാണ് പൊതുവെ മലനാട് എന്നറിയപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് എത്ര അടി വരെ ഉയരമുള്ള പ്രദേശങ്ങളെയാണ് തീരപ്രദേശത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 25 അടി അല്ലെ 25. സമുദ്രനിരപ്പിൽ നിന്ന് 25 അടി വരെ ഉയരമുള്ള പ്രദേശങ്ങളെ എവിടെ പെടുത്തിയിരിക്കുന്നു? തീരപ്രദേശത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസ്സുകളുടെയും പരീക്ഷ ടെലഗ്രാം ചാനലിൽ നടത്താറുണ്ട്. ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്താണ് നടത്തുന്നത്. നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കിട്ടുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.
അടുത്തൊരു പോയിന്റ് നോക്കാം. ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വർഗം ഏതെന്ന് ചോദിച്ചാൽ അത് ചോലനായ്ക്കന്മാരാണ്. ചോലനായ്ക്കൻ സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. ചോലനായ്ക്കന്മാർ എവിടെയാണ് താമസിക്കുന്നത്? ഗുഹകളിലാണെന്ന് മനസ്സിലാക്കി വെക്കുക. ചോലനായ്ക്കന്മാർ താമസിക്കുന്നത് എവിടെയാണ്? ഗുഹകളിലാണ്. ചോലനായ്ക്കന്മാർ ഗുഹകളിൽ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഭൂവിഭാഗം ചോദിച്ചാൽ അത് മലനാടാണ്. അത് പിന്നെ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. മലനാട്, ഹൈ റേഞ്ച് അല്ലെ, നമ്മൾ ഇടുക്കി, വയനാട് ജില്ലകളെ കുറിച്ചൊക്കെ അറിയാം. അതൊക്കെ മലനാട്ടിൽ വരുന്നതാണ് അല്ലേ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഭൂഭാഗം ചോദിച്ചാൽ അത് മലനാടാണ്. തേയില, ഏലം, കുരുമുളക് എന്നിവയുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗം മലനാടാണ്. മലനാട് നമ്മുടെ തീരപ്രദേശത്തിലാണ്. ഈ പറയുന്ന ആലപ്പുഴ തീരപ്രദേശത്തിൻ്റെ ഭാഗമാണ്. കൊല്ലം തീരപ്രദേശത്താണ് വരുന്നത് അല്ലേ. കടൽ തീരമുള്ള സ്ഥലങ്ങളൊക്കെ തീരപ്രദേശത്താണ് വരുന്നത്. അപ്പോൾ കടൽ തീരത്തിനും ഈ പറയുന്ന മലകളുള്ള ജില്ലകൾക്കും ഇടയിൽ വരുന്ന ജില്ലകളൊക്കെ ഇടനാട്ടിലാണ് വരുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഭൂഭാഗം ചോദിച്ചാൽ അത് മലനാടാണ്. തേയില, ഏലം, കുരുമുളക് അല്ലേ, ഇതൊക്കെ പിന്നെ എവിടെ കാണൂ? തേയില, ഏലം, കുരുമുളക് ഇതൊക്കെ ഏത് ജില്ലയിലാണ് നമ്മൾ സാധാരണ കാണുന്നത്? ഇടുക്കി, വയനാട് ജില്ലകളിലൊക്കെയാണ് ഇത് കൃഷി നടക്കുന്നതായിട്ട് നമുക്കറിയാവുന്നല്ലേ. എന്നിവിടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂഭാഗം മലനാടാണ്. അപ്പോൾ ഈ പറയുന്ന ജില്ലകളൊക്കെ മലനാട്ടിലാണ് ഉള്ളത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിളവൈവിധ്യമുള്ള ഭൂവിഭാഗം ചോദിച്ചാൽ അത് ഇടനാടാണ് കേട്ടോ. വിളവൈവിധ്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ജില്ല ഈ പറഞ്ഞ മലനാട്ടിലെടുത്താൽ തേയില, ഏലം, കുരുമുളക്, അതായത് ആ മല ഉള്ള ഭാഗങ്ങളിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന തരം കാർഷിക വിളകളല്ലേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഇടനാട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്നതല്ലോ വൈവിധ്യപരമായിട്ടുള്ള പല കാർഷിക വിഭവങ്ങളും കൃഷി ചെയ്തെടുക്കാൻ പറ്റും. അതായത് കുറേ കൂടെ വെറൈറ്റി ആയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒത്തിരി കാർഷിക വിഭവങ്ങൾ നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ പറ്റും. അതാണ് വിള വൈവിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മലയോരങ്ങളിൽ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ച് ചെയ്തിരുന്ന കേരളത്തിലെ പരമ്പരാഗത കൃഷിരീതിയാണ് പൂനം കൃഷി എന്നാണ് അതറിയപ്പെടുന്നത്. അപ്പോൾ പൂനം കൃഷി എന്ന് പറഞ്ഞാൽ എന്താണ്? മലയോരങ്ങളിൽ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ച് ചെയ്തിരുന്ന കേരളത്തിലെ പരമ്പരാഗത കൃഷിരീതി പറയുന്ന പേരാണ് പൂനം കൃഷിരീതി. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് പണിയറാണ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം പണിയറാണ്. പിന്നെ നമ്മൾ നേരത്തെ കുറച്ച് കാര്യം പഠിച്ചത് എന്താ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വസിക്കുന്ന ആദിവാസി വിഭാഗം ഏതെന്ന് ചോദിച്ചാലാണ് ഏത് വരുന്നത്? ഉള്ളാടൻ എന്നുള്ളത് വരുന്നത് അല്ലേ. അപ്പോൾ അത് രണ്ടും നിങ്ങൾക്ക് സംശയം തോന്നരുത്. നേരത്തെ പഠിച്ചൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ അധിവസിക്കുന്ന ആദിവാസി വിഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് ഉള്ളാടനാണ്. പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം ചോദിച്ചാൽ അത് പണിയർ എന്നാണ്. കേരളത്തിലെ ശിരുവാണി അണക്കെട്ടിലെ ജലം തമിഴ്നാട്ടിലെ ഏത് നഗരത്തിലെ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നതെന്ന്? കോയമ്പത്തൂരിലെ നഗരത്തിനാണ് അത് കൂടുതൽ ഉപയോഗിക്കുന്നത്. കേരളത്തിലെ ശിരുവാണി അണക്കെട്ടിലെ ജലം തമിഴ്നാട്ടിലെ ഏത് നഗരത്തിലെ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്? കോയമ്പത്തൂർ നഗരത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അടുത്തൊരു പോയിന്റ് നോക്കാം. കേരളത്തിൽ ഉരുൾപൊട്ടലുകൾ ഏറ്റവും വ്യാപകമായി അനുഭവപ്പെടുന്നത് ഏത് ഭൂപ്രകൃതിയിലാണെന്നാണ്? ഉരുൾപൊട്ടലുകൾ മലനാട് പ്രദേശത്താണ് അല്ലേ. ഇതൊക്കെ നമുക്കറിയാം, മലനാട് പ്രദേശത്താണ്. കേരളത്തിൽ എത്ര തരത്തിലുള്ള മണ്ണിനങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്? 7 തരത്തിലുള്ള മണ്ണിനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കേരളത്തിൽ 7 തരത്തിലുള്ള മണ്ണിനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ ഏതെന്ന് ചോദിച്ചാൽ അത് അറബിക്കടലാണ്. കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടൽ. മലബാറിലെ ആരവല്ലി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മലനിര പുരളിമലയാണ്. അപ്പോൾ മലബാറിലെ ആരവല്ലി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മലനിര ഏതാണ്? പുരളിമലയാണ്. കരിമണ്ണിലെ പ്രധാന വിള നെല്ലാണ്. കരിമണ്ണിലെ പ്രധാന വിള ഏതാണ്? നെല്ലാണ് കരിമണ്ണിലെ പ്രധാന വിള. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ ഏത് ഭാഗത്താണ്? കേരളം. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് കേരളം വരുന്നത്. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്താണ് കേരളം വരുന്നത്. തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് 5ആണ്. തീരദേശ ദൈർഘ്യത്തിൽ അല്ലേ, തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം 5ആണ്. കേരളത്തിലെ വാർഷിക ശരാശരി താപനില എന്ന് പറയുന്നത് 25 മുതൽ 27.5 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. കേരളത്തിലെ വാർഷിക ശരാശരി താപനില എത്രയാണ്? 25 മുതൽ 27.5 വരെ ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഏറ്റവും കൂടുതൽ മണ്ണൊലിപ്പ് ഭീഷണി നേരിടുന്ന കേരളത്തിലെ ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് ഇടുക്കിയാണ്. ഏറ്റവും കൂടുതൽ മണ്ണൊലിപ്പ് ഭീഷണി നേരിടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. അടുത്തൊരു പേജ് നോക്കാം. അമ്ലത്വം
അല്ലെ അസിഡിറ്റി കൂടുതലുള്ള മണ്ണിനം ഏതെന്ന് ചോദിച്ചാൽ തീരദേശ എക്കൽ മണ്ണിലാണ് അമ്ലത്വം അല്ലെങ്കിൽ അസിഡിക് നേച്ചർ കൂടുതലുള്ള മണ്ണെന്ന് പറയുന്നത്. തീരദേശ എക്കൽ മണ്ണാണ് അമ്ലത്വം കൂടുതലുള്ള മണ്ണിനം. തെങ്ങ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ അത് ഉപ്പ് രസമുള്ള എക്കൽ മണ്ണാണ്. ഉപ്പ് രസമുള്ള എക്കൽ മണ്ണാണ് തെങ്ങ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്. കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ അത് ലാറ്ററൈറ്റ് മണ്ണാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. തെങ്ങ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? ഉപ്പ് രസമുള്ള എക്കൽ മണ്ണാണ്. അമ്ലത്വം കൂടുതലുള്ള മണ്ണിനമോ? തീരദേശ എക്കൽ മണ്ണ്. മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ ഒന്ന് ആലപ്പുഴയാണ്, മറ്റൊന്ന് കോട്ടയമാണ്, പിന്നൊന്ന് കോഴിക്കോടാണ്. ഈ 3 ജില്ലകൾക്ക് മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നില്ല. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്. ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്. ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഇടനാട്. അത് നേരത്തെ വിളവൈവിധ്യമുള്ള ഭൂവിഭാഗം ഇടനാടാണെന്ന് പഠിച്ചല്ലോ. അപ്പോൾ തന്നെ നമുക്ക് ആ ഇടനാടുമായിട്ട് കണക്ട് ചെയ്യാം ഈ പോയിന്റിനെ. ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗം ഏതാണ്? ഇടനാടാണ്. കേരളത്തിൽ ചെമ്മണ്ണ് കാണപ്പെടുന്ന താലൂക്കുകൾ ചോദിച്ചാൽ അത് തിരുവനന്തപുരം താലൂക്കും പിന്നെ നെയ്യാറ്റിൻകര താലൂക്കിലുമാണ് ചെമ്മണ്ണ് കാണപ്പെടുന്നത്. കേരളത്തിൽ ചെമ്മണ്ണ് കാണപ്പെടുന്ന താലൂക്കുകൾ ഏതാണ്? തിരുവനന്തപുരം താലൂക്കും നെയ്യാറ്റിൻകര താലൂക്കും. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ആദ്യമേ പഠിച്ചു. എന്താണ്? കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം ഏതെന്ന് ഓൾറെഡി പഠിച്ചു. കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണാണ് അല്ലേ. കേരളത്തിൽ കൂടുതലായിട്ട് കാണുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ്. പക്ഷെ നമ്മുടെ തിരുവനന്തപുരം അതേപോലെ നെയ്യാറ്റിൻകര താലൂക്കുകൾ എടുത്താൽ അവിടെ ചെമ്മണ്ണാണ് കാണപ്പെടുന്നത്. അവിടെ ചെമ്മണ്ണുണ്ട് അല്ലേ, ചെമ്മണ്ണുണ്ട്. അപ്പോൾ അത് ഓർത്തിരിക്കുക. അടുത്തൊരു പോയിന്റ് നോക്കുക. കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളിൽ ഭൂരിഭാഗം പ്രദേശത്തും കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് ആണ് അല്ലെ. കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളിൽ ഭൂരിഭാഗം സ്ഥലത്തും എവിടെ എന്താ മണ്ണാണ് കാണപ്പെടുന്നത്? ലാറ്ററൈറ്റ് ആണ്. അപ്പർ കുട്ടനാട് പ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണിനമാണ് കരപ്പാടം മണ്ണിനം. അപ്പർ കുട്ടനാട് പ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? കരപ്പാടം മണ്ണിനമാണ്. കേരളത്തിൽ കരിമണ്ണ് കാണപ്പെടുന്ന ജില്ലകൾ ഒന്ന് ആലപ്പുഴയും പിന്നൊന്ന് കോട്ടയവും എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ കൊല്ലം ജില്ലയുടെ കുറച്ച് ഭാഗത്തും ഈ കരിമണൽ കാണപ്പെടുന്നുണ്ട്. കോട്ടയത്ത് കരിമണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഈ പുസ്തകത്തിലേ കണ്ടിട്ടുള്ളൂ, വേറെ കണ്ടിട്ടില്ല. എന്നാലും നമ്മൾ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളതുകൊണ്ട് പഠിക്കുക. മിക്കവാറും ഞാൻ ചിലപ്പോൾ അല്ലേ ഇപ്പോൾ ഈ നമ്മുടെ ഈ PSC ബുള്ളറ്റിൻ്റെ 65ാം വാർഷിക പതിപ്പിൽ കൊടുത്തിട്ടുള്ള ചില വിവരങ്ങളൊക്കെ നമ്മുടെ റാങ്ക് ഫയലുമായിട്ട് മിസ്മാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മുടെ പരീക്ഷയ്ക്ക് വരികയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ നോക്കി വെക്കുക എന്നുള്ളതാണ്. അതിൽ PSC ഇതിന് മുമ്പ് ഏത് ആൻസറാണോ കൊടുത്തിട്ടുള്ളത് അത് തന്നെ നമുക്ക് ആൻസറായിട്ട് എടുക്കാൻ പറ്റൂ. ഇനി അതല്ല ഒരു തർക്കം നിലനിൽക്കുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്ത് ഡിലീറ്റ് പെടാനാണ് സാധ്യതയുള്ളത്. അതുകൊണ്ട് നമ്മൾ അതേക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. റാങ്ക് ഫയൽ അങ്ങനെയാണല്ലോ, ഇതിനകത്ത് ഇങ്ങനെയാണല്ലോ എന്ന് ഓർത്തിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ആരെങ്കിലും ചലഞ്ച് ചെയ്താൽ PSC അത് ഡിലീറ്റ് ചെയ്ത് കളയും. ഇനി അല്ലെങ്കിൽ PSC ഇതിന് മുമ്പ് അതേ ക്വസ്റ്റ്യന് എന്ത് ആൻസറാണോ കൊടുത്തിട്ടുള്ളത് അത് നമ്മൾ എഴുതിയാലും മതി. കൂടുതൽ അതേക്കുറിച്ച് ഓർത്ത് നമ്മൾ ടെൻഷൻ ആവണ്ട. ഞാനിപ്പോൾ ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ അല്ലേ. ഇപ്പോൾ ഇത് തന്നെ കേരളത്തിൽ കരിമണ്ണ് കാണപ്പെടുന്ന ജില്ലകളെന്ന് പറഞ്ഞാൽ ആലപ്പുഴയും കൊല്ലവുമാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ കോട്ടയം കൂടെ ഉണ്ട്. കോട്ടയത്തുണ്ടോ എന്ന് അറിയില്ല. കോട്ടയം ജില്ലക്കാർക്ക് അത് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. കേരളത്തിലെ ഏറ്റവും വ്യാപകമായ പ്രകൃതി ദുരന്തം എന്നറിയപ്പെടുന്നത് ഉരുൾപൊട്ടലാണ് അല്ലേ. ഏറ്റവും വ്യാപകമായ പ്രകൃതി ദുരന്തം എന്നറിയപ്പെടുന്നത് ഉരുൾപൊട്ടലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഏതുതരം ശിലകളെന്ന്? അത് കായാന്തരിത ശിലകളാണ്. ഇത് നമ്മൾ ജോഗ്രഫിയിൽ തന്നെ കായാന്തരിത ശിലകളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണുന്നത് കായാന്തരിത ശിലകളെന്നാണ് അല്ലേ. 3 തരം ശിലകളുണ്ട്. ആഗ്നേയശില അല്ലെ, കായാന്തരിത ശില, പിന്നെ ആഗ്നേയശില, അവസാദശില, കായാന്തരിത ശില എന്നിങ്ങനെ നമ്മൾ 3 തരം ശിലകളെ കുറിച്ചിട്ട് പഠിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ. അപ്പോൾ കേരളത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇടനാടെന്ന് ചോദിച്ചാൽ അത് 41.76%. അതായത് കേരളത്തിൻ്റെയാണ് ചോദിക്കുന്നത്. കേരളത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇടനാട്? 41.76%. നമ്മൾ തൊട്ട് മുമ്പ് ഇത് റൗണ്ട് ചെയ്തിട്ട് 42% എന്ന് പഠിച്ചിരുന്നു. റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗം ഇടനാടാണ് കേട്ടോ. റബ്ബർ കൃഷിക്ക് ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. റബ്ബർ കൃഷി എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ മലനാടാണെന്ന് വിചാരിക്കും. എന്നാലും റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗം ഇടനാടാണ്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഇപ്പോൾ കേരളത്തിൻ്റെ കുറച്ച് ബേസിക് ഫാക്റ്റ് നമ്മൾ പഠിച്ചു. ഇനി ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കുറച്ച് കേരളത്തിലെ മലകളെ കുറിച്ചിട്ട് കുറച്ച് പഠിക്കാനുണ്ട്. നമ്മൾ കുറച്ച് ചുരങ്ങളും പഠിക്കും ഇന്ന്. അപ്പോൾ കേരളത്തിലെ മലകൾ സഹ്യാദ്രി എന്ന പേരിലും അറിയപ്പെടുന്നത് നമ്മുടെ പശ്ചിമഘട്ടമാണ്. അപ്പോൾ സഹ്യാദ്രി എന്നറിയപ്പെടുന്നത് നമ്മുടെ പശ്ചിമഘട്ടം തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ അത് ആനമുടിയാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ കൊടുമുടിയായ മീശപ്പുലിമല അല്ലേ.
നമ്മുടെ ദുൽഖർ സൽമാൻ പറയുന്ന മീശപ്പുലിമല. മീശപ്പുലിമല 8661 മീറ്റർ. അത് ഏത് ജില്ലയിലാണ്? ഇത് ഇടുക്കി ജില്ലയിലാണ് അല്ലേ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി എന്ന് അവകാശപ്പെടുന്ന മീശപ്പുലിമല അതിൻ്റെ എത്രയാണ് ഉയരം? 8661 മീറ്ററാണ്. 8661 മീറ്ററാണ്. ഇതും ഇടുക്കി ജില്ലയിലാണ്. ആനമുടിയുടെ ഉയരം ചോദിച്ചാൽ 2695 മീറ്ററാണ് അല്ലേ. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്ററാണ് അല്ലെ. ഇനി അടിയിൽ പറയാനാണെങ്കിൽ 8841 അടിയാണ്. 8841 അടി അല്ലേ. 8861 അടിയുമായിട്ട് ആര് പിന്നിലുണ്ട്? തൊട്ട് പിന്നിൽ മീശപ്പുലിമലയുണ്ട് അല്ലേ. അപ്പോൾ ഏറ്റവും ഉയരം കൂടിയത് ആനമുടിയും തൊട്ട് താഴെ അല്ലെ രണ്ടാമത്തേതായിട്ട് മീശപ്പുലിമലയും ഉണ്ട്. നോക്കുക എൻ്റെ വ്യത്യാസം. ഇത് 8841 അടി, ഇത് 8661 അടിയും അല്ലെ. ചെറിയ ഡിഫറൻസേ വരുന്നുള്ളൂ. നോക്കാം, അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. ആനമുടിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മലനിര പളനിമലയാണ്. പളനിമല അല്ലേ. നമ്മൾ പഴനി സീസണൊക്കെ ആണല്ലോ, ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോൾ പഴനി പോകുന്നതാണ് അല്ലേ. പഴനി സീസൺ അല്ലേ. അപ്പോൾ ആ പഴനി തന്നെയാണ് ഈ പളനി, ആ പളനിമല. അപ്പോൾ ആനമുടിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ്? പളനിമലയാണ്. പുരളിമല ഏത് മലനിരകളുടെ ഭാഗമാണ്? ബ്രഹ്മഗിരിയുടെ ഭാഗമാണ്. പുരളിമല ബ്രഹ്മഗിരിയുടെ ഭാഗമാണ്. മലയോര സുഖവാസ കേന്ദ്രമായ പൊന്മുടി ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് മലയോര സുഖവാസ കേന്ദ്രമായ പൊന്മുടി. പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്തെ കൊടുമുടി ഏതെന്ന് ചോദിച്ചാൽ അത് അഗസ്ത്യാർകൂടമാണ്. അഗസ്ത്യാർകൂടം 1869 മീറ്ററാണ് ഉയരം. പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്തെ കൊടുമുടി ഏതാണ്? അഗസ്ത്യാർകൂടമാണ്. 1869 മീറ്ററാണ് ഉയരം. ഏത് ജില്ലയിലാണ് അഗസ്ത്യകൂടം? അഗസ്ത്യകൂടം തിരുവനന്തപുരം ജില്ലയിലാണ്. കുറ്റിച്ചൽ പഞ്ചായത്തിലാണ് അഗസ്ത്യകൂടം. അപ്പോൾ നോക്കുക, പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേയറ്റത്തെ കൊടുമുടി ചോദിച്ചാൽ അത് അഗസ്ത്യാർകൂടമാണ്. 1869 മീറ്റർ. ഇനി അഗസ്ത്യകൂടം എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം ജില്ലയിൽ കുറ്റിച്ചൽ പഞ്ചായത്തിലാണ്. അമ്പുകുത്തിമല ഏത് ജില്ലയിലാണ്? വയനാട്ടിലാണ് അമ്പുകുത്തിമല അല്ലെ. നിങ്ങൾ ടൂറിന് പോയപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അമ്പുകുത്തിമല വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിൽ ടൂറിന് പോകുന്നതുകൊണ്ട് കുറേ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. പൈതൽമല എന്ന വിനോദസഞ്ചാര കേന്ദ്രം ഏത് ജില്ലയിലാണ്? കണ്ണൂരാണ്. പൈതൽമല കണ്ണൂർ. അമ്പുകുത്തിമല വയനാട്. പൈതൽമല കണ്ണൂരാണ്. പൈതൽമല അല്ലേ. നിങ്ങൾക്ക് ഞാനിവിടെ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്, പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ഇനി നമുക്ക് പഠിക്കാനുള്ളത് കേരളത്തിലെ പ്രധാന ചുരങ്ങളുണ്ട്. അതിന് മുമ്പായിട്ട് കുറച്ച് വിവരങ്ങളുണ്ട്. ബാണാസുരമല ഏത് ജില്ലയിലാണ്? ബാണാസുരമല അല്ലേ. ബാണാസുര സാഗർ അണക്കെട്ടൊക്കെ നിങ്ങൾക്കറിയാം, വയനാട് ജില്ലയിലാണ് അല്ലേ. ബാണാസുരമലയും വയനാട് ജില്ലയിലാണ്. ബ്രഹ്മഗിരി വയനാട് ജില്ലയിലാണ്. ബ്രഹ്മഗിരി അല്ലേ. അതേപോലെ ബാണാസുര മല ഇതൊക്കെ വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ല നമുക്ക് എത്ര കണ്ടാലും മതി വരത്തില്ലല്ലേ, ഇടുക്കി പോലെ തന്നെ. മലയോര സുഖവാസ കേന്ദ്രമായ വാഗമൺ അല്ലെ. വാഗമൺ ഏത് ജില്ലയിലാണ്? വാഗമൺ ഇടുക്കിയിലാണ്. വാഗമൺ ഇടുക്കി ജില്ലയിലാണ്. ഏത് ജില്ലയിലാണ്? ഇല്ലിക്കൽ കല്ല് ഒക്കെ കോട്ടയം ജില്ലയിലാണ്. ഇല്ലിക്കൽ കല്ല്. ഏഴിമല കണ്ണൂരാണ് അല്ലെ. ഏഴിമല കണ്ണൂർ. അപ്പോൾ ബാണാസുരമല ബ്രഹ്മഗിരി വയനാട് ജില്ലയിൽ, വാഗമൺ ഇടുക്കി ജില്ലയിൽ, ഇല്ലിക്കൽ കല്ല് കോട്ടയം, ഏഴിമല കണ്ണൂർ. പഴശ്ശി സമരങ്ങളുടെ വേദിയായിരുന്ന പുരളിമല കണ്ണൂർ. ഇപ്പോൾ ഒരു പൈതൽമല നമ്മൾ പഠിച്ചു, കണ്ണൂർ അല്ലേ. പൈതൽമല, പുരളിമല കണ്ണൂർ. കോട്ടഞ്ചേരി മലകൾ ഇതൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവില്ല, എന്നാലും കോട്ടഞ്ചേരി മലകൾ കാസർഗോഡ് ജില്ലയിലാണ്. കോട്ടഞ്ചേരി മലകൾ നമ്മൾ കേട്ടിട്ടില്ലാത്തതായിരിക്കും PSC ചോദിക്കാൻ സാധ്യതയുള്ള. ഒരുമാതിരിപ്പെട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടിരിക്കുകയാണെന്ന് PSCക്ക് അറിയാം അല്ലേ. കോട്ടഞ്ചേരി മലകൾ കാസർഗോഡ് ജില്ലയിൽ. നെല്ലിയാമ്പതി മലകൾ അത് പാലക്കാട് ജില്ലയിലാണ്. നെല്ലിയാമ്പതി മലകൾ പാലക്കാട് ജില്ലയിൽ. മലബാർ കലാപകാലത്ത് കലാപകാരികളുടെ ഒളിത്താവളമായിരുന്ന പന്തല്ലൂർ മല ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിൽ. മലബാർ കലാപകാലത്ത് കലാപകാരികളുടെ ഒളിത്താവളമായിരുന്ന പന്തല്ലൂർ മല ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കേരളത്തിലെ പ്രധാന ചുരങ്ങളെ കുറിച്ചിട്ടാണ്. ഈ ചുരങ്ങളൊക്കെ മിക്കവാറും ചോദിക്കാറുണ്ട് അല്ലെ. മാച്ച് ദ ഫോളോവിങ്ങിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും സാധ്യതയുള്ളതാണ്. നമുക്ക് ആ പോയിന്റ് നോക്കാം. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH 544. പാലക്കാട് ചുരത്തിലൂടെ പോകുന്നു. 544 പാലക്കാട് ചുരത്തിലൂടെ പോകുന്നു. പേരമ്പാടി ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ
കണ്ണൂരിനെയും കൂർഗിനെയുമാണ്. കണ്ണൂരിനെയും കൂർഗിനെയും ബന്ധിപ്പിക്കുന്നത് പേരമ്പാടി ചുരമാണ്. കണ്ണൂരിനെയും കൂർഗിനെയും ബന്ധിപ്പിക്കുന്നത് പേരമ്പാടി ചുരമാണ്. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 544 വയനാടിനെയും കണ്ണൂരിനെയും ബന്ധിപ്പിക്കുന്ന ചുരം പാൽച്ചുരമാണ്. പാൽച്ചുരം വയനാടിനെയും കണ്ണൂരിനെയും ബന്ധിപ്പിക്കുന്നു. പേരമ്പാടി ചുരം കണ്ണൂരിനെയും കൂർഗിനെയും ബന്ധിപ്പിക്കുന്നു. പേരിയ ചുരം മാനന്തവാടിയെയും മൈസൂറിനെയും ബന്ധിപ്പിക്കുന്നതാണ് പേരിയ ചുരം. ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടും കൺഫ്യൂഷനായിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു പോവുക. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 44. പേരമ്പാടി ചുരം കണ്ണൂർ കൂർഗ്. പാൽച്ചുരം വയനാട് കണ്ണൂർ പാൽച്ചുരം. പേരിയ ചുരം മാനന്തവാടി മൈസൂർ പേരിയ ചുരം. നിലമ്പൂരിനെയും ഗൂഡല്ലൂരിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാടുകാണി ചുരം നിലമ്പൂർ ഗൂഡല്ലൂർ. നാടുകാണി ചുരം മലപ്പുറം ജില്ലയിലാണ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നാടുകാണി ചുരം ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ് നാടുകാണി ചുരം. കേരളത്തെയും നീലഗിരി ജില്ലയെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് കർക്കൂർ ചുരം. ഇത് കേട്ടിട്ടില്ലാത്തതാണ് ഇതിനു മുമ്പ്, അപ്പോൾ അതങ്ങനെ പഠിക്കുക. കേരളത്തെയും നീലഗിരി ജില്ലയെയും ബന്ധിപ്പിക്കുന്ന ചുരം കർക്കൂർ ചുരമാണ്. താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH 766. താമരശ്ശേരി ചുരം NH 766 അല്ലേ. പാലക്കാട് ചുരം എത്രയാണ്? NH 544 അല്ലേ. അവിടെ ഒരു ഇതുണ്ട്, പാലക്കാട്. ഇവിടെ 544, 4 എന്നൊരു ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പാലക്കാട് ചുരം അല്ലേ. ഇവിടെ താമരശ്ശേരി ചുരം അല്ലേ, അത് 766, 6 എന്നൊരു ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഈ താമരശ്ശേരി ചുരമാണെങ്കിലും പാലക്കാട് ചുരമാണെങ്കിലും അല്ലെ മലബാറിലാണ് വരുന്നത് താമരശ്ശേരി. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒരു കോഡൊക്കെ ഇട്ട് ഓർത്ത് വയ്ക്കുക. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആ പരീക്ഷയുടെ സമയങ്ങളിലേക്ക് നമുക്ക് മതിയല്ലോ. അടുത്തൊരു പോയിന്റ് നോക്കുക. വയനാടിനെ കോഴിക്കോടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഈ പറയുന്ന താമരശ്ശേരി ചുരം എന്ന് പറയുന്നത് അല്ലേ. പപ്പു ഒരു സിനിമയിൽ പറയത്തില്ലേ താമരശ്ശേരി ചുരം, മുത്തശ്ശീന്നൊരു വിളി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ. വയനാടിനെ കോഴിക്കോടുമായി ബന്ധിപ്പിക്കുന്ന ചുരം താമരശ്ശേരി ചുരം അല്ലേ. PWD എഞ്ചിനീയർ അപ്പം തന്നെ വിളിച്ച് അവാർഡ് തന്നു എന്നൊക്കെ പപ്പു പറയുന്നൊരു ഇതില്ലേ. അപ്പോൾ അത് തന്നെ, വയനാടിനെ കോഴിക്കോടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി ചുരം. വയനാട് ചുരം എന്ന പേരിലും അറിയപ്പെടുന്ന ചുരം താമരശ്ശേരി ചുരമാണ്. അപ്പോൾ വയനാട് ചുരം എന്ന പേരിലും അറിയപ്പെടുന്നത് താമരശ്ശേരി ചുരമാണ്. വയനാടിനെ കോഴിക്കോടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ്. താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH 766. അതായത് നമ്മുടെ പപ്പു സഞ്ചരിച്ചു എന്ന് പറയുന്ന ആ ഒരു ബസ് ഓടിച്ചു എന്ന് പറയുന്ന ഒരു റോഡ് ഒരു NH 766 ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH 744. ആര്യങ്കാവ് ചുരം അല്ലെ. ഇവിടെ ആ ഡിജിറ്റ് നോക്കുക, ആ 4 എന്നുള്ള ഡിജിറ്റ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ആര്യങ്കാവ് ചുരം എന്ന് പറഞ്ഞാൽ ഇത് കൊല്ലം ഭാഗത്താണ് വരുന്നത്. അപ്പോൾ മലബാർ ഭാഗമല്ല, കേരളത്തിൻ്റെ തെക്കേ അറ്റത്തേക്ക് പോകുന്നു അല്ലേ. രണ്ട് ഡയറക്ഷനാണ്. ഞാൻ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ഓർത്തിരിക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടത്തരാണെങ്കിൽ നിങ്ങൾ എക്സാം ഹാളിൽ അത് ഗുണപ്പെടാറുണ്ട്. 544 അതേപോലെ 766 വടക്കൻ ഭാഗത്താണ് കേരളത്തിൻ്റെ വരുന്നത്. പക്ഷേ 744 നമ്മുടെ കേരളത്തിൻ്റെ തെക്കൻ ഭാഗത്താണ് വരുന്നത്. അങ്ങനെ നമുക്ക് അത് ചിലപ്പോൾ മൈൻഡിലേക്ക് ക്ലിക്കാവാൻ സാധ്യതയുണ്ട്. അടുത്തൊരു പോയിന്റ് നോക്കാം. പാലക്കാട് ചുരം കേരളത്തെ തമിഴ്നാട്ടിലെ ഏത് ജില്ലയുമായിട്ടാണ് യോജിപ്പിക്കുന്നത്? കോയമ്പത്തൂരുമായിട്ടാണ് അല്ലേ. നമ്മളെ ശിരുവാണി അണക്കെട്ടിലെ ജലം ഉപയോഗിക്കുന്നത് കോയമ്പത്തൂർ നഗരത്തിന് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ശിരുവാണി അണക്കെട്ടൊക്കെ പാലക്കാട് വരുന്നതാണ്. അപ്പോൾ അതും കണക്ട് ചെയ്യാം. പാലക്കാട് ചുരം കേരളത്തെ തമിഴ്നാട്ടിലെ ഏത് ജില്ലയുമായിട്ടാണ് യോജിപ്പിക്കുന്നത്? കോയമ്പത്തൂരുമായിട്ടാണ് യോജിപ്പിക്കുന്നത്. പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം എന്ന് പറയുന്നത്. പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും ബന്ധിപ്പിക്കുന്ന ചുരം പാലക്കാട് ചുരമാണ്. കേരളത്തിൽ സഹ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ്. കേരളത്തിൽ സഹ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരം ഏതാണ്? പാലക്കാട് ചുരമാണ്. തൊടുപുഴയെയും തേനിയെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് കമ്പം ചുരം. കമ്പം ബന്ധിപ്പിക്കുന്നത് തൊടുപുഴയെയും തേനിയെയുമാണ്. തൊടുപുഴയെയും തേനിയെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് കമ്പം ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ മലമ്പാത ഏതെന്ന് ചോദിച്ചാൽ അത് പാലക്കാട് ചുരമാണ് കേട്ടോ. പാലക്കാട് ചുരം എവിടുത്തെയാണ്? പശ്ചിമഘട്ടത്തിലെയാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ മലമ്പാത ചോദിച്ചാൽ അത് പാലക്കാട് ചുരമാണ്. പാലക്കാട് ചുരം. പാലക്കാട് ചുരത്തിൻ്റെ ശരാശരി വീതി എന്ന് പറയുന്നത് 40 കിലോമീറ്ററാണ്. 40 കിലോമീറ്റർ. പാലക്കാട് ചുരത്തിൻ്റെ ശരാശരി
വീതി 40 കിലോമീറ്ററാണ്. ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ചുരമാണ് ഈ പാലക്കാടൻ ചുരം എന്ന് പറയുന്നത്. അപ്പോൾ അത്ര നിസ്സാരക്കാരനല്ല പാലക്കാടൻ ചുരം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ചൂടിനെയൊക്കെ നിർണ്ണയിക്കുന്ന പാലക്കാട് ചുരമാണ്, ചൂട് കൂടുന്നു അല്ലേ. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ചുരം പാലക്കാട് ചുരമാണ്. ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 85 ആണ് അല്ലേ. ഈ ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 85 ആണ്. ഞാനിത് ഓർത്ത് വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ പോലീസിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ പോലീസിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാകുമ്പോൾ മിക്കവാറും ചെസ്റ്റിൻ്റെ ഒരു ഫിസിക്കൽ മെഷർമെൻറ്റ് എടുക്കാറുണ്ട്. അപ്പോൾ 80, 85 അല്ലെങ്കിൽ 90, 95 എന്നൊക്കെ പറഞ്ഞിട്ട് മെഷർമെൻറ്റ് എടുക്കാറുണ്ട്. നമ്മൾ CID മൂസ എന്ന് പറയുന്ന ദിലീപിൻ്റെ സിനിമ എടുത്താൽ അതിൽ മെഷർമെൻറ്റ് എടുക്കുമ്പം മെഷർമെൻറ്റ് കുറച്ച് കാണിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ജഗതി. അപ്പോൾ അവൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ബോഡിയുടെ ആണല്ലോ മെഷർമെൻറ്റ് അടക്കുന്നത്, 80, 85 അല്ലെങ്കിൽ 90, 95 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ബോഡിയുടെ മെഷർമെൻ്റ് ആണ് എടുക്കുന്നത്. അതാണ് ബോഡി നായ്ക്കന്നൂർ ചുരവുമായിട്ട് ഞാൻ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. NH 80, 85 എന്നൊക്കെ പറഞ്ഞാണല്ലോ മെഷർമെൻ്റ് എടുക്കുന്നത്. അപ്പോൾ അതാണ് ബോഡി നായ്ക്കന്നൂർ ചുരവുമായിട്ട് ഞാൻ കണക്ട് ചെയ്ത് വെച്ചൊരു കോഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതൊരിക്കലും മറന്നുപോകേണ്ടി വന്നിട്ടില്ല. പിന്നെ CID മൂസ ഉള്ളതുകൊണ്ടും മറന്നുപോകേണ്ടി വന്നിട്ടില്ല. CID മൂസയുടെ അടുത്ത പാർട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അടുത്ത് നോക്കുക, കൊല്ലം ചെങ്കോട്ട റെയിൽപാത കടന്നു പോകുന്ന ചുരം ഏതെന്ന് ചോദിച്ചാൽ അത് ആര്യങ്കാവ് ചുരമാണ്. കൊല്ലം ചെങ്കോട്ട റെയിൽപാത കടന്നു പോകുന്ന ചുരം ഏതാണ്? ആര്യങ്കാവ് ചുരമാണ്. ബോഡി നായ്ക്കന്നൂർ ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഇടുക്കിയെയും മധുരയുമാണ്. ബോഡി നായ്ക്കന്നൂർ ചുരം ബന്ധിപ്പിക്കുന്നത് ഇടുക്കിയെയും മധുരയെയുമാണ്. അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. അടുത്തൊരു പോയിന്റ് ആര്യങ്കാവ് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ്. ആര്യങ്കാവ് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ പുനലൂരിനെ ചെങ്കോട്ടയുമായിട്ടാണ് ആര്യങ്കാവ് ചുരം ബന്ധിപ്പിക്കുന്നത്. ആര്യങ്കാവ് ചുരം ബന്ധിപ്പിക്കുന്നത് പുനലൂരിനെയും ചെങ്കോട്ടയുമാണ്. ഇത് കേരളത്തിൻ്റെ തെക്ക് ഭാഗത്താണ് വരുന്നത്. ആര്യങ്കാവ് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതാണ്? പുനലൂരിനെ ചെങ്കോട്ടയുമായി ബന്ധിപ്പിക്കുന്നു. പഴയ തിരുവിതാംകൂറിനെയും മദ്രാസ് പ്രവിശ്യയും ബന്ധിപ്പിച്ചിരിക്കുന്ന ചുരം ആലുവാമൊഴി ചുരമാണ്. പഴയ തിരുവിതാംകൂറിനെയും മദ്രാസ് പ്രവിശ്യയും ബന്ധിപ്പിച്ചിരിക്കുന്ന ചുരം ഏതാണ്? ആലുവാമൊഴി ചുരമാണ്. ഇത്രയുമാണ് കേരളത്തിൻ്റെ ചുരങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഭൂപ്രകൃതിയും ചുരങ്ങളും കേരളത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പഠിച്ചു. ഇനി കേരളത്തിലെ നദികളെക്കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്ന് ഇത്രയും കൂടെ നമുക്ക് നിർത്താം. ഇത്രയും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള മറ്റ് ക്ലാസ്സുകളൊക്കെ കാണാൻ ശ്രമിക്കുക. പ്രത്യേകിച്ചും കറണ്ട് അഫയേഴ്സൊക്കെ കാണാൻ ശ്രമിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.